എറണാകുളം തൈക്കൂടത്ത് വൃദ്ധമാതാവിനെ പുറത്താക്കി മകൾ വീട് പൂട്ടിപ്പോയ വാർത്ത നടുക്കത്തോടെയാണ് ഇന്നലെ കേരളം കേട്ടത്. 24 ആണ് വൃദ്ധമാതാവിന്റെ ദുരവസ്ഥ പുറം ലോകത്തെ അറിയിച്ചത്. 24 വാർത്തയ്ക്ക് പിന്നാലെ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മരട് പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മണിക്കൂറുകളോളം വീടിന് പുറത്ത് തുടർന്ന സരോജിനി അമ്മ പിന്നീട് പൂട്ട് പൊളിച്ചാണ് അകത്ത് കടന്നത്. തൈക്കൂടം സ്വദേശിയായ സരോജിനിയമ്മ കുടുംബസ്വത്ത് 2 പെൺമക്കൾക്കായി വീതിച്ച് നൽകി. വീടുൾപ്പെടെ നൽകിയ മൂത്ത മകൾ ജിജോയ്ക്കൊപ്പമായിരുന്നു സരോജിനിയമ്മയുടെ താമസം. ഏതാനും നാൾ മുമ്പാണ് മകൾ സരോജിനിയമ്മയെ പുറത്താക്കി വീട് പൂട്ടിപ്പോയത്. ഫോർട്ട് കൊച്ചി മെയിന്റനൻസ് ട്രിബ്യൂണലിൽ ഹർജി നൽകിയപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസറായ സബ് കളക്ടർ കെ മീര സരോജിനിയമ്മയെ സ്വന്തം വീട്ടിൽ താമസിപ്പിക്കാൻ ഇടക്കാല ഉത്തരവിട്ടു. പോലീസ് ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടിട്ടും മകൾ വീട് തുറന്നു നൽകാൻ തയ്യാറാകാത്തതോടെ രാത്രി വൈകിയും സരോജിനിയമ്മ വീടിനു മുന്നിൽ ഇരുന്നു. സ്ഥലം MLA ഉമാ തോമസും നാട്ടുകാരും ആവശ്യപ്പെട്ടിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്ന് കാര്യമായ ഇടപെടലുണ്ടായില്ല. എതിർകക്ഷികളെ കേട്ട ശേഷം മാത്രമേ കേസിൽ അന്തിമവിധി പറയാനാകൂവെന്ന് സബ് കളക്ടറും ഫോണിൽ അറിയിച്ചു. എന്നാൽ പിന്മാറാൻ ഒരുക്കമല്ലാത്ത സരോജിനിയമ്മ വീടിനു മുന്നിൽ തുടർന്നു. രാത്രി വൈകിയും മകൾ എത്തുന്നില്ലെന്ന് കണ്ടതോടെ സ്വയം വീട് കുത്തി തുറന്ന് ഉള്ളിൽ കയറി. ഇവർ പറയുന്നത് ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ഓർഡർ ഇല്ല, ഇത് ഇന്ററിം ഓർഡറാണ്. അപ്പോൾ ഇതിൽ അടിയന്തരമായിട്ട് അവരെ അകത്ത് താമസിപ്പിക്കണം എന്ന് തന്നെയാണ് ഓർഡർ. അതിൽ ബ്രേക്ക് ചെയ്യണം എന്നുള്ളത് എഴുതിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഒരു കാര്യം പ്രത്യേകിച്ച് എഴുതുമോ എന്നുള്ളതിനെപ്പറ്റി എനിക്ക് നിയമം അറിയില്ല. സരോജിനി അമ്മയെയും മക്കളെയും ഇന്ന് ഒരുമിച്ചിരുത്തി ചർച്ച ചെയ്ത ശേഷം കേസിൽ അന്തിമ തീർപ്പുണ്ടാക്കാമെന്നാണ് സബ് കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി വീട്ടിൽ നിന്ന് ആരു പറഞ്ഞാലും ഇറങ്ങില്ലെന്ന നിലപാടിലാണ് സരോജിനി അമ്മ. 24 കൊച്ചി.